മലപ്പുറം തിരൂരിൽ ഷവർമ കഴിച്ച് 2 വയസ്സുകാരി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ. തുവക്കാവ് കന്മനം സ്വദേശിനി എമിൽ എന്ന 2 വയസ്സുകാരിയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ബേക്കറിക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടിയെടുത്തില്ല എന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. 2 വയസ്സുകാരിക്ക് ഷവർമ ദഹിക്കാത്തതാണ് കാരണം എന്ന ന്യായീകരണമാണ് ബേക്കറി ഉടമ നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തുവക്കാട് കന്മനം സ്വദേശികളായ റഫീഖ് സൽഫത്ത് ദമ്പതികളുടെ മകൾ എമിലിന് ഭക്ഷ്യവിഷബാധയേറ്റത്. തുവക്കാട്ടെ ഒരു ബേക്കറിയിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഷവർമ കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന് ഛർദി ആരംഭിക്കുകയായിരുന്നു. രാവിലെ തന്നെ കുഞ്ഞിനെ പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവളും മകളുമാണ് ഒരു ഷവർമെന്ന് കഴിച്ച അവരിലാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് രാത്രി ഒരു 10 മണിക്ക് കഴിച്ചു. രാവിലെ പുലർച്ചെ ഒരു 2 മണിയായപ്പോൾ കുട്ടി കുട്ടിയിൽ എണീറ്റ് ഛർദ്ദിച്ചു. അപ്പം നമ്മൾ ആകെ പേടിച്ചു. അപ്പം തന്നെ കുട്ടി ശ്വാസം കിട്ടാത്ത പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നേരെ നമ്മൾ പുത്തനത്താണിയുള്ള സുപ്രിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഭക്ഷ്യവിഷബാധയാണെന്ന് വ്യക്തമായതോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ പരാതി നൽകി. അവർ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി അടപ്പിച്ച കട അടുത്ത ദിവസം തന്നെ തുറന്നു എന്നാണ് ഇവരുടെ പരാതി. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി നൽകാതെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഫോൺ കട്ട് ചെയ്തുവെന്നും കുഞ്ഞിന്റെ അമ്മ സൽഫത്ത് പറയുന്നു. ഈവനിങ് ടൈമിലൊക്കെ ഇതിങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മേഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു. അപ്പൊ മേഡം പറഞ്ഞു, ഇനി എന്നെ വിളിക്കരുത്, ഞങ്ങൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്, ഇനി ഞങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനും ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല. ഗുരുതരമായി നിർജ്ജലീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് കുഞ്ഞ് ആശുപത്രിയിൽ എത്തിയതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതികഠിനമായ പനിയും കുഞ്ഞിന് അനുഭവപ്പെട്ടു. നിലവിൽ കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടി ഇപ്പോഴും ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിന്നാലെ പോലീസിലും വിജിലൻസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഷവർമയിൽ കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് ബേക്കറി ഉടമ പറയുന്നത്. അതേ ദിവസം നിരവധി പേർ ഷവർമ കഴിച്ചു പോയിട്ടുണ്ട്. മറ്റാർക്കും പരാതിയില്ല. രാത്രി വൈകി നൽകിയ ഷവർമ 2 വയസ്സുകാരിക്ക് ദഹിക്കാത്തതാകാം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ബേക്കറി ഉടമ പറയുന്നു. ഈ 9 മണിക്ക് ഇവൻ ലാസ്റ്റ് ഓൻ തന്നെ പറഞ്ഞു, ഈ ലാസ്റ്റ് ഇത് കഴിയാറായ സമയത്ത് ഞാൻ പോയി മേടിച്ചത്. ഈ അത്ര നേരം വർക്ക് ചെയ്ത് ഈ തീ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിലിരിക്കുന്ന ഷവർമ എങ്ങനെ വേവാതാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ ആ കാണുന്ന പീസൊക്കെ അങ്ങനെ വേവാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്ഥാപനം തുറക്കാൻ അനുവദിച്ചതെന്നും ബേക്കറി ഉടമ വിശദീകരിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ പരിശോധനകളുടെ വിശദമായ ഫലം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. ഈ വർഷത്തെ കൊച്ചുനാരായണപിള്ള കുട്ടികളുടെ നാടകോത്സവം അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ നടന്നു. ബാലതാരം സാക്ഷിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ശക്തി തിയേറ്റേഴ്സ് നാദിസിയ മേഖല അവതരിപ്പിച്ച ജംബൂക വടരം എന്ന നാടകം വേദിയിൽ അരങ്ങേറി. പ്രത്യേക ശേഷിയുള്ള കുട്ടികൾ നാടകോത്സവത്തിൽ നൃത്തപരിപാടികൾ അവതരിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ ബാലവേദി പ്രസിഡന്റ് മനസ്വിനി വിനോദ്, ജനറൽ സെക്രട്ടറി നൌഷാദ് യൂസഫ്, വൈസ് പ്രസിഡന്റ് ആർ ശങ്കർ, ഷഹീർ ഹംസ, സെക്രട്ടറി നൌർബിസ് നൌഷാദ്, വൈസ് പ്രസിഡന്റ് നീരജ് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. രംഗപ്രഭാത എന്ന കുട്ടികളുടെ നാടകവേദിയുടെ സ്ഥാപകനായ മടവൂർ കെ കൊച്ചുനാരായണ പിള്ളയുടെ സ്മരണാർത്ഥമാണ് നാടകോത്സവം നടന്നത്. മൊബൈൽ ഫോൺ ബ്രാൻഡുകൾക്ക് വമ്പൻ ഓഫറുമായി മൈജി ഫാന്റാസ്റ്റിക് ഫെബ്രുവരിക്ക് തുടക്കം. മൈജി, മൗജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ 28 വരെ തുടരും. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് എന്നിവയ്ക്ക് കൂടുതൽ വിലക്കുറവിലും കുറഞ്ഞ EMI സേവനങ്ങളും പ്രയോജനപ്പെടുത്താം. ഐഫോൺ 15, 60, ഐപാഡ് എന്നിവ ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങാം. ഓഫറുകൾ ഓൺലൈനിലും ലഭ്യമാണ്. സൈലം എക്സലൻസിയ അവാർഡ് 2025 ഈ മാസം 6-ന് ഇടപ്പള്ളി ട്രിനിറ്റി കാസ ഓഡിറ്റോറിയത്തിൽ നൽകും. വിവിധ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളായ CA, ACCA, CMA ഇന്ത്യ, CMA USA തുടങ്ങിയ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. സിനിമാ താരം അനശ്വര രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സൈലം CEO ഡോക്ടർ അനന്തു S, സൈലം ഡയറക്ടർമാരായ ലിജീഷ് കുമാർ, വിനേഷ് കുമാർ, ACCA റിലേഷൻഷിപ്പ് മാനേജർ റോയ്സ്റ്റൺ എബനേസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും.